ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്ത ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇത് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പ്രധാനമന്ത്രി മോഡിയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയതായി ട്രംപ് സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിക്കുകയായിരുന്നു. ദീർഘനാളായി ചർച്ച നടക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തിയത്. അതനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്കം അത് 50% നിന്ന് 18% കുറയ്ക്കുമത്രേ. അദ്ദേഹം പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 0 നികുതി ആയി നിശ്ചയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഒരു സംഭവം കൂടെ ഉണ്ട്. ഏകദേശം $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ, 500 ബില്യൺ എന്ന് പറയുമ്പോൾ 50,000 കോടി ഡോളർ, അതായത് ഒരു 45 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് 0 നികുതിയായി എത്തും. അതിനകത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആണവോർജ്ജ ഉപകരണങ്ങൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതാണ് പറയുന്നത്. മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തി വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുമെന്ന് തീരുമാനിച്ചതായും ട്രംപ് പറയുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, നേരത്തെ വെനസ്വേലയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ നിർത്തി. ഇപ്പോൾ അമേരിക്ക പറയുന്നു വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി വെനസ്വേലയിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ച അമേരിക്ക ഇന്ത്യയോട് ഇപ്പോൾ പറയുന്നു നിങ്ങൾ ഇനി വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളൂ. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് ആദായകരമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വിശ്വസ്തരും വളരെ അവരുടെ പ്രിയപ്പെട്ടവരുമായ കോർപ്പറേറ്റുകൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ അമേരിക്ക പറയുകയാണ് നിങ്ങൾ ഇനി റഷ്യയിൽ നിന്നും വാങ്ങേണ്ട, ഇറാനിൽ നിന്നും വാങ്ങേണ്ട, എല്ലാം വെനസ്വേലയിൽ നിന്ന് വാങ്ങിക്കുമോ. കാര്യം വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പദ്ധതിയിൽ ഇന്ത്യയെ കൂടെ ഭാഗമാക്കുകയാണ്. ഇതെല്ലാമാണ് കാര്യങ്ങൾ. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനോട് അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വലിയ നേട്ടമാണെന്നും ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു വിജയമാണെന്നൊക്കെ അവകാശപ്പെട്ടതായ വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണമൊന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. എന്തൊക്കെ വാഗ്ദാനങ്ങളും ഉറപ്പുകൊല്ലമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളതെന്ന് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളി എംസ്റ്റീൻ ഫയലുകൾ പുറത്തു വന്ന ശേഷമുള്ള സാഹചര്യമൊക്കെ നമുക്കറിയാം. ആ വെളിപ്പെടുത്തലുകൾ ലോകത്ത് നടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പേര് അതിനകത്തുണ്ട്. അമേരിക്കയിലെയും ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ പേരുണ്ട്. ലോകത്തെ വ്യാപാര കരാറുകളും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം നിയന്ത്രിച്ചിരുന്ന പ്രധാന ഒരു കണ്ണി എംസ്റ്റീൻ ആയിരുന്നെന്നുള്ള ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ലോകം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക കരാറിൻ്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നത്. നമ്മൾ പലപ്പോഴും ഓർത്തിരിക്കേണ്ട പല കാര്യങ്ങളും മറക്കുന്നുണ്ട്. പണ്ട് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും എല്ലാം ഇന്ത്യയിൽ വന്നൊരു വ്യാപാരത്തിന് വേണ്ടിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം വന്നു. പിന്നീട് കമ്പനി ഭരണത്തിൻ്റെ മറവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തന്നെ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങി. ഇതിൽ നിന്നെല്ലാം വലിയൊരു മഹത്തായ ഒരുപാട് രക്തസാക്ഷികളെയും ദേശാഭിമാനികളുടെ ജീവൻ നൽകിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വീണ്ടെടുത്തത്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടി വന്ന ആളുകൾ ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. ഇതിനെതിരെ ദീർഘമായ പോരാട്ടം നടത്തിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത്. ഒരു പരമാധികാരി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വ്യാപാര കരാർ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു സാഹചര്യം. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് പറയാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. കുറേ നാളായി അമേരിക്ക ഇന്ത്യക്ക് മേൽ പല സമ്മർദ്ദങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ 0 നിരക്കിൽ വാങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യ അത് പ്രതിരോധിച്ചു. അതിൻ്റെ ഫലമായി ഇന്ത്യക്ക് മേൽ പ്രതികാര ചുങ്കം ചുമത്തി. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു ദിവസം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യൻ ജനതയോട് വിശദീകരിക്കാതെ ഇന്ത്യ അമേരിക്ക തമ്മിൽ വ്യാപാര കരാറിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് പറയുക എന്നുള്ളത് സാധാരണ ഉപേക്ഷിച്ച് ചർച്ചകൾ നടത്തി സംയുക്ത വാർത്താ സമ്മേളനം വഴിയാണ് ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടത്. ഇതെല്ലാം തകിടം മറിച്ച് ഇന്ത്യൻ ജനതയെ അവമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും വലിയ ദേശസ്നേഹികളെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അവരുടെ ദേശസ്നേഹത്തെപ്പറ്റി ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇന്ത്യൻ ജനതയെ മുഴുവൻ അവമാനിക്കുകയും ഇന്ത്യയുടെ പരമാധികാരവും സ്വയം നിർണയാവകാശവും അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോട് കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിയന്ത്രണം കൈയാളുന്ന BJPയും അതിൻ്റെ വിശാലമായ രൂപമായ RSSും എങ്ങനെ പ്രതികരിക്കുമെന്നും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ടത്, ഈ ദേശസ്നേഹികൾ എന്ന് പറയുന്നതിൻ്റെ തനിനിറം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം പറയുന്നത്.